ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്വാണ്ടം ഈൽഡ്. അതിൻ്റെ വേറെ പേരാണ് ക്വാണ്ടം എഫിഷ്യൻസി. ഫോട്ടോ കെമിക്കൽ റിയാക്ഷനിൽ നമുക്ക് ക്വാണ്ടം ഈൽഡ് അല്ലെങ്കിൽ ക്വാണ്ടം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഒരു റേഡിയേഷൻ, ഒരു എമൗണ്ട് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എത്ര മോളിക്യൂൾസ് അത് റിയാക്ഷൻ സംഭവിച്ചു, എത്ര മോളിക്യൂൾസ് റിയാക്ട് ചെയ്തു ആ സമയത്ത്, എന്നതാണത് ക്വാണ്ടം ഈൽഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്വാണ്ടം ഈൽഡ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്ടിങ് ഇൻ എ ഗിവൺ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ട ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഇൻ ദ സെയിം ടൈം. ക്വാണ്ടം ഈൽഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫൈ എന്ന് പറഞ്ഞ ആൽഫബറ്റിക് ലെറ്റർ കൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം ലോ ഓഫ് ഫോട്ടോ കെമിക്കൽ ഇക്വിവലൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു റിയാക്ഷൻ ഈ ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ ഇവിടെ ക്വാണ്ടം ഈൽഡ് എന്തായിരിക്കും? ഫൈ ഈക്വൽ ടു 1 എന്നായിരിക്കും. നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്ടിങ്ങും അതുപോലെ നമ്പർ ഓഫ് ക്വാണ്ട ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡും എന്താണ്? 1:1 റേഷ്യോയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം ഈൽഡ് 1 അതായത് യൂണിറ്റ് കിട്ടുന്ന ഒരു റിയാക്ഷനാണ് എന്ത്? സൾഫർ ഡയോക്സൈഡും ക്ലോറൈഡും എന്ത് ചെയ്യാണ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂറൈൽ ക്ലോറൈഡ് കിട്ടും. ഇവിടെ ഫൈ എന്ന് പറയുന്നത് 1 ആണ്. എന്നാൽ ചില കേസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ലോ ഓഫ് ഫോട്ടോ കെമിക്കൽ ഇക്വിവാലൻസ് ഒബേ ചെയ്യുന്നത് പ്രൈമറി പ്രോസസ്സിൽ മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. സെക്കൻഡറി പ്രോസസ്സിൽ എന്താണ് ഈ ലോ ഒബേ ചെയ്യൂല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കേസുകളിലൊക്കെ, അതായത് സെക്കൻഡറി പ്രോസസ്സിൻ്റെ കേസുകളിലൊക്കെ എന്താണ് ക്വാണ്ടം ഈൽഡ് ഒന്നെങ്കിൽ 1നേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും കുറവായിരിക്കും ഉണ്ടാവുക. ക്വാണ്ടം ഈൽഡ് കൂടുന്നു കുറയുന്നു എന്ന് പറഞ്ഞു 1നേക്കാളും. അപ്പോൾ അതിനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹൈ ക്വാണ്ടം ഈൽഡ് ആവാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണെന്ന് ചെയിൻ റിയാക്ഷൻ. അതായത് പ്രൈമറി പ്രോസസ്സ് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾ ഉണ്ടാവുന്നു ഇല്ലേ? ഇപ്പോൾ നമ്മൾ Cl2 ആണെങ്കിൽ എന്താണ് 2Cl റാഡിക്കൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾ ഉണ്ടാവുന്നുണ്ട്. ഇതെന്ത് ചെയ്യും? അതിങ്ങനെ തുടർച്ചയായിട്ട് തെർമൽ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള മോളിക്യൂൾസിനൊക്കെ എന്ത് ചെയ്യാണ് റിയാക്റ്റൻ്റ് ആക്കി മാറ്റിയിട്ട് ഒരുപാട് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. അതായത് ചെയിൻ മെക്കാനിസം തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ചെയിൻ മെക്കാനിസം വഴി, അതായത് ഒരു ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് തെർമൽ റിയാക്ഷൻസ് വഴി എന്ത് ചെയ്യാണ് ഒരുപാട് റിയാക്റ്റൻ്റ് മോളിക്യൂൾസിനെ എന്ത് ചെയ്യാണ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആക്കി മാറ്റുന്നു. ഇതാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാരണം. ക്വാണ്ടം ഈൽഡ് കൂടാനുള്ള ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ചെയിൻ റിയാക്ഷൻ ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി എക്സോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നുണ്ടാവും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സെക്കൻഡറി എക്സോതെർമിക് റിയാക്ഷനിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്ത് ചെയ്യും? ബാക്കിയുള്ള മോളിക്യൂൾസിനെ എന്ത് ചെയ്യും? ഒന്ന് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. എന്ത് ചെയ്യും? സാധാരണ നമുക്കറിയാം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ അഡീഷണൽ ക്വാണ്ട ഓഫ് ലൈറ്റ് കൊടുക്കണം. അതായത് അത് അബ്സോർബ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഒരു മോളിക്യൂള് ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ വേറെ ലൈറ്റൊന്നും കൊടുക്കുന്നില്ല. പകരം എന്താണ്, ഈ ഒരു ഫസ്റ്റ് ഉണ്ടായതിൽ നിന്ന് സെക്കൻഡറി ഒരു എക്സോതെർമിക് റിയാക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് നമ്മൾ പറഞ്ഞു ചെയിൻ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ടാവും. അതിലൊരു സ്റ്റെപ്പാണെന്ത്? എക്സോതെർമിക് റിയാക്ഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിലെന്ത് ചെയ്യും? ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഹീറ്റ് കാരണം എന്ത് ചെയ്യും? ബാക്കിയുള്ള മോളിക്യൂൾസും ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഒരുപാട് ഓവറോൾ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ക്വാണ്ടം ഈൽഡ് കൂടുതലായിട്ട് കിട്ടും. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണെന്ത്? അതായത് ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് ആക്ടിവേറ്റിംഗ് ആയിരിക്കും. അതെന്ത് ചെയ്യും? ഈ ആക്ടിവേറ്റ് അല്ലാത്ത കുറച്ച് മോളിക്യൂൾസ് ഉണ്ടാവും, അവരായിട്ട് എന്ത് ചെയ്യും? കൊളീഷൻ ചെയ്യും, കൊളൈഡ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ കൊളൈഡ് ചെയ്യുമ്പോൾ മറ്റ് മോളിക്യൂൾസിന് എന്ത് കിട്ടും? ആക്ടിവേറ്റ് ആവും. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യും? അവരും ഈ റിയാക്ഷനിൽ പങ്കെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ക്വാണ്ടം ഈൽഡ് കൂടാനുള്ള ഒരു കാരണമായി മാറും. ഇനി നാലാമത്തെ പോയിന്റാണ്, അതായത് നമുക്ക് പറഞ്ഞു ഒരുപാട് സ്റ്റെപ്പായിട്ട് നടക്കുന്നു. അപ്പോൾ അതിലൊരു ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഈ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും?
കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ കാറ്റലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഷോർട്ടസ്റ്റ് റൂട്ടിലൂടെ പ്രൊഡക്റ്റ് കിട്ടുക എന്നാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, പുതിയൊരു ന്യൂ പാത്ത് വേ വഴി നമുക്ക് ഒരു ലോവർ ആക്ടിവേഷൻ എനർജി ഉള്ള ഒരു പാത്ത് വേയിലൂടെ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പുതിയ പ്രൊഡക്റ്റുകൾ കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്, ക്വാണ്ടം ഈൽഡ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ എന്ത് ചെയ്യാണ്, പുതിയ ലൈറ്റ് ഒന്നും അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കാറ്റലിസ്റ്റ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഓവർ ആക്ടിവേഷൻ എനർജിയിലൂടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് കിട്ടും. നെക്സ്റ്റ് ക്വാണ്ടം ഈൽഡ് കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്, ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് നോൺ ആക്ടിവേറ്റഡ് മോളിക്യൂൾസുമായി കൊളൈഡ് ചെയ്യുമ്പോൾ നോൺ റേഡിയേറ്റീവ് ഡീആക്ടിവേഷനായിട്ട് മാറുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് നോൺ ആക്ടിവേറ്റഡ് മോളിക്യൂൾസുമായി കൂടി ചേരുമ്പോൾ എന്ത് ചെയ്യും, അതും കൂടെ ഫോട്ടോ ആക്ടിവേറ്റ് ആയിട്ട് മാറുമ്പോൾ ഹൈ ക്വാണ്ടം ഈൽഡ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ തിരിച്ചും സംഭവിക്കാം, ഫോട്ടോ ആക്ടിവേറ്റും നോൺ ആക്ടിവേറ്റും കൂടെ കൊളൈഡ് ചെയ്യുമ്പോൾ തിരിച്ച് എന്ത് ചെയ്യാം, നോൺ ആക്ടിവേറ്റ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, നോൺ റേഡിയേറ്റീവ് ഡീആക്ടിവേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡക്റ്റ് കിട്ടില്ല, പ്രൊഡക്റ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ എന്താണ്, നോൺ റേഡിയേറ്റീവ് ഡീആക്ടിവേഷനാണ് നടക്കുന്നത്. ഈ നോൺ റേഡിയേറ്റീവ് ഡീആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നോൺ റേഡിയേറ്റീവ് ആ വേർഡിൽ തന്നെ ഉണ്ട്, എന്താണ്, വിത്തൗട്ട് എമിഷൻ ഓർ അബ്സോർപ്ഷൻ. ഇവിടെ ഡീആക്ടിവേഷനാണ്, അതുകൊണ്ട് തന്നെ വിത്തൗട്ട് എമിഷൻ ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റ് എമിറ്റ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം, താഴേക്ക്, അതായത് ഇപ്പോൾ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് എനർജി ലെവലിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസിഷൻ നടക്കുക. അതാണ് നോൺ റേഡിയേറ്റീവ് ഡീആക്ടിവേഷൻ എന്ന് പറഞ്ഞത്. ഒന്നും കൂടെ പറയാം, അതായത് ലൈറ്റിനെ എമിറ്റ് ചെയ്യാതെ ഹയർ ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസിഷൻ നടക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ റേഡിയേറ്റീവ് ഡീആക്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ലൈറ്റ് ഒന്നും എമിറ്റ് ചെയ്യണില്ല, കാരണം ഇവിടെ എന്താണ്, ഫോട്ടോ ആക്ടിവേറ്റഡ് നോൺ ആക്ടിവേറ്റഡ് മോളിക്യൂൾസുമായി എന്താണ് കൊളൈഡ് ചെയ്തപ്പോൾ നോൺ റേഡിയേറ്റീവ് ആണ് പോകുന്നത്. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്താണ്, ശരിക്കും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടേണ്ട സ്ഥാനത്ത് ഇവിടെ ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് റേഡിയേറ്റീവ് ഡീആക്ടിവേഷനായിട്ട് മാറാം. ഇപ്പോൾ റേഡിയേറ്റീവ് ഡീആക്ടിവേഷൻ്റെ ഒരു എക്സാമ്പിളാണ് ഫ്ലൂറസെൻസ്, ഫോസ്ഫോറസെൻസ് ഒക്കെ. അപ്പോൾ ഇതായിട്ട് മാറുന്നത്. അപ്പോൾ ഈ റേഡിയേറ്റീവ് ഡീആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എമിഷൻ ഓഫ് ലൈറ്റ് റേഡിയേഷനാണ്. അതായത് ഇവിടെ ലൈറ്റ്, അതായത് അല്ലെങ്കിൽ റേഡിയേഷൻ എമിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, റേഡിയേറ്റീവ് ഡീആക്ടിവേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ റേഡിയേറ്റീവ് ട്രാൻസിഷൻ എന്നും പറയാം. അപ്പോൾ നമുക്കറിയാം ഇതിൽ രണ്ട് പോയിന്റ്, അതായത് നോൺ റേഡിയേറ്റീവ് ഡീആക്ടിവേഷനും അതുപോലെ റേഡിയേറ്റീവ് ഡീആക്ടിവേഷനും എന്താണ്, ക്വാണ്ടം ഈൽഡ് കുറയ്ക്കാനുള്ള ഒരു കാരണമാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ്, നമുക്ക് ശരിക്കും കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്താണോ എന്നാൽ അത് കിട്ടില്ല, പകരം അത് വേറെ ഏതൊക്കെയോ റിയാക്ഷൻസിലേക്ക് പോവാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ക്വാണ്ടം ഈൽഡ് കുറയാനുള്ള കാരണമാണ്. അതായത് നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് അല്ല കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാണ്ടം ഈൽഡ് കുറവാണെന്നാണ് അർത്ഥം. ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം. ഒരു പ്രൈമറി ഫോട്ടോ ആക്ടിവേഷൻ സ്റ്റെപ്പിൽ അതെന്ത് ചെയ്യുക, ഒന്നെങ്കിൽ റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈമറി ഡിസോസിയേഷൻ സ്റ്റെപ്പ്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഇപ്പോൾ Cl2 ഉള്ളത് എന്തായി മാറാം, Cl റാഡിക്കൽ പ്ലസ് Cl റാഡിക്കൽ, ഡിസോസിയേഷനാണ്. ഇതെന്ത് ചെയ്യാം, റീകോമ്പിനേഷൻ നടത്താം. അതായത് Cl റാഡിക്കൽ പ്ലസ് Cl റാഡിക്കൽ എന്തായിട്ട് മാറും, Cl2 തന്നെ തിരിച്ചാവാം അല്ലേ, അങ്ങനെയും സംഭവിക്കാം. അപ്പോൾ എന്താണ് പറയുന്നത്, പ്രൈമറി ഫോട്ടോ ആക്ടിവേഷൻ സ്റ്റെപ്പ് റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ റീകോമ്പിനേഷൻ ചെയ്യാം. ഈ സമയത്ത് എന്ത് ചെയ്യും, ക്വാണ്ടം ഈൽഡ് കുറയും. ഇനി അടുത്ത പോയിന്റ്, ചെയിൻ റിയാക്ഷനിൽ നമ്മൾ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ചില സ്റ്റെപ്പ് എനർജറ്റിക്കലി അൺഫേവറബിൾ ആയി മാറുക. അപ്പോൾ ഈ അൺഫേവറബിൾ ആവുന്ന കേസിൽ അതെന്ത് ചെയ്യും, റിവേഴ്സ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ക്വാണ്ടം ഈൽഡ് കുറയും. ഇത്രയുമാണ് എന്ത്, ക്വാണ്ടം ഈൽഡ് കുറയാനുള്ള കാരണം.
നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഹൈ ക്വാണ്ടം യീൽഡ് കിട്ടുന്ന ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ ക്ലോറിൻ റിയാക്ഷൻ. ഇവിടെ ഹൈഡ്രജൻ ഗ്യാസും ക്ലോറിൻ ഗ്യാസും കമ്പൈൻ ചെയ്തിട്ട് എന്ത് കിട്ടും? ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ് കിട്ടുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 4800 ആംഗ്സ്ട്രോമിലുള്ള വേവ് ലെങ്ത് ആണ്. അതിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുക. പക്ഷേ ഈ റിയാക്ഷനിൽ ക്വാണ്ടം യീൽഡ് കിട്ടുന്നത് 1 അല്ല, പകരം എന്താണ് 10⁴ മുതൽ 10�6 വരെ ക്വാണ്ടം യീൽഡ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ചെയിൻ റിയാക്ഷൻ വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ചെയിൻ റിയാക്ഷനെ ചില ഫാക്റ്റുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഈ ക്വാണ്ടം യീൽഡ് കൂടാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയിൻ റിയാക്ഷൻ ആയിരുന്നു കാരണം പറഞ്ഞത് ഫസ്റ്റ്. അപ്പോൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ഒരു സീക്വൻസ് ആയിട്ട് റിയാക്ഷൻസ് നടക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ഈ ചെയിൻ മെക്കാനിസത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ഒരു സിംഗിൾ ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് എന്നാണ് ആ എല്ലാ റിയാക്ഷൻസും നടക്കുന്നത്. അത് ഒരുപാട് സ്റ്റെപ്പായിട്ട് ചെയിൻ മെക്കാനിസം ആയിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഫസ്റ്റ് നമ്മൾ പറയും. അതായത് ഒരു എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഹൈഡ്രജൻ ക്ലോറിൻ റിയാക്ഷൻ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൈമറി പ്രോസസ്സാണ്. അതായത് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത്? പ്രൈമറി പ്രോസസ്സ്. അപ്പോൾ ഈ പ്രൈമറി പ്രോസസ്സിൽ നടക്കുന്നത് Cl2 ക്ലോറിൻ ഗ്യാസിന് എന്ത് ചെയ്യാണ്? ക്ലോറിൻ റാഡിക്കൽസ് ആയിട്ട് മാറാണ്. ഇതെന്ന് പറഞ്ഞാൽ ചെയിൻ ഇനീഷ്യേഷൻ സ്റ്റെപ്പാണ്. അതായത് ചെയിൻ ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പാണിത് ഫസ്റ്റത്തത്. അതായത് Cl2 പ്ലസ് HNu ഗിവ്സ് 2Cl റാഡിക്കൽ. ഇവിടെ ക്ലോറിൻ ഗ്യാസിനെ ഫോട്ടോ ഡീകമ്പോസിഷൻ ആണ് നടന്നത്. ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ പറയും ചെയിൻ ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു സിംഗിൾ ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾ ഉണ്ടായി ഇല്ലേ? Cl റാഡിക്കൽ. ഇനി ഇതിൽ നിന്നാണ് എന്ത്? ഒരുപാട് റിയാക്ഷൻസ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയിൻ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഈ സിംഗിൾ ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾ അതായത് Cl റാഡിക്കൽ എന്തായിട്ട് മാറി? ഒരു ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? HCl പ്ലസ് H റാഡിക്കൽ. ഇവിടെ നമുക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് കിട്ടി HCl അല്ലേ? ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടി, H റാഡിക്കലും കിട്ടി. ഇനി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഈ H റാഡിക്കൽ എന്ത് ചെയ്യും? വീണ്ടും എന്ത് ചെയ്യും? നമ്മുടെ അടുത്തുണ്ടായിരുന്ന ക്ലോറിൻ ഗ്യാസിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും HCl പ്ലസ് Cl റാഡിക്കൽ. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പിനെ നമ്മൾ എന്ത് പറയും? ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ്. കാരണം ഇതാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഫസ്റ്റ് തുടങ്ങുന്ന സ്റ്റെപ്പ് ഇതാണ്. പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് പറഞ്ഞാൽ ആ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇനി വീണ്ടും നടക്കാം. ഇവിടെ എന്തുണ്ട്? H റാഡിക്കൽ ഉണ്ട്. അപ്പോൾ അത് വേറെ ക്ലോറിൻ ഗ്യാസ് ആയിട്ട് റിയാക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? മൂന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു Cl റാഡിക്കലാണ്. ഈ Cl റാഡിക്കൽ വീണ്ടും ഒരു ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് റിയാക്ട് ചെയ്ത് HCl ഫോം ചെയ്യും. അപ്പോൾ ഇതെന്ന പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പാണ്. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നു പോയിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ട. അപ്പോൾ അതിന് വേണ്ടി എന്താണ്? ടെർമിനേറ്റിംഗ് സ്റ്റെപ്പാണുള്ളത്. അത് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും. ഈ റിയാക്ഷൻ തന്നെ നടക്കാതാവും. അതായത് ഒരു ക്ലോറിൻ റാഡിക്കൽ ഫോം ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഈ ക്ലോറിൻ റാഡിക്കലാണ് നമ്മൾ പറഞ്ഞ ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ്. ആ ഒരു ക്ലോറിൻ റാഡിക്കലിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ക്ലോറിൻ റാഡിക്കൽ അതിലേക്ക് എന്ത് ചെയ്യും? കൊടുക്കും, കോമ്പിനേഷൻ നടത്തും. അതായത് ക്ലോറിൻ റാഡിക്കലും വേറൊരു ക്ലോറിൻ റാഡിക്കലുമായിട്ട് റീകോമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോറിൻ Cl2 ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടത്തോടുകൂടി Cl2 ആയി മാറി. ഇതോടുകൂടി നമ്മളെല്ലാ റിയാക്ഷനും ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. കാരണം ഇനി അത് അങ്ങോട്ട് മുന്നോട്ട് പോവില്ല. കാരണം ഉള്ളത് Cl2 ആണ്. ഇവിടെ ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ് എന്തായി പോയി? നിന്നു. അപ്പോൾ ഇത്രയും 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. 1 ചെയിൻ ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പും, 2 ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പും, 3 ചെയിൻ ടെർമിനേറ്റിംഗ് സ്റ്റെപ്പും. അപ്പോൾ നമ്മൾ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ 2, 3 സ്റ്റെപ്പ്
അതായത് ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്. അപ്പോൾ അതായത് ഹീറ്റ് എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്ത് ചെയ്യാണ്, പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഇത് എക്സോതെർമിക് ആയതുകൊണ്ട് എന്താണ്, റിലേറ്റീവ്ലി ലോ ആക്ടിവേഷൻ എനർജി ആയിരിക്കും ഉണ്ടാവുക. ഇതൊരു പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് HCl മോളിക്യൂൾസ് ഇവിടെ ഫോം ചെയ്യും ഇല്ലേ. ടെർമിനേറ്റിംഗ് സ്റ്റെപ്പിന് മുമ്പ് ഒരുപാട് HCl മോളിക്യൂൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ റേഷ്യോ നോക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്ടിങ് ഇൻ എ ഗിവൺ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ട ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഇൻ ദ സെയിം ടൈം. അപ്പോൾ ഇവിടെ അബ്സോർബ് റേഡിയേഷൻ്റെ അളവ് കുറവാണ്, ഡിനോമിനേറ്ററിൻ്റെ എമൗണ്ട് കുറവും ഇന്ന് നമ്പർ ഓഫ് മോളിക്യൂൾ റിയാക്ടിങ് എന്നുള്ളിടത്ത് എന്തായാലും കൂടുതലായിരിക്കും. അതായത് ഇവിടെ ക്ലോറിൻ മോളിക്യൂൾ ഒരുപാടെണ്ണം റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും, ക്വാണ്ടം ഈൽഡ് കൂടും. അതായത് നമ്പർ ഓഫ് ക്വാണ്ട അബ്സോർബ്ഡ് കുറവും നമ്പർ ഓഫ് മോളിക്യൂൾ റിയാക്ടിങ് എന്താണ് കൂടുതലായതുകൊണ്ട് ഇവിടെ ക്വാണ്ടം ഈൽഡ് കൂടും. അപ്പോൾ നമ്മൾ വേറെ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ്, HCl പ്രൊഡ്യൂസ് ചെയ്തത് കൂടുതലാണ്, നമ്മൾ ആ അബ്സോർബ് ചെയ്ത റേഡിയേഷനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ക്വാണ്ടം ഈൽഡ് കൂടുന്നു. അടുത്ത ലോ ക്വാണ്ടം ഈൽഡിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്, ഹൈഡ്രജൻ ബ്രോമിൻ റിയാക്ഷൻ. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.01 ആയിരിക്കും ക്വാണ്ടം ഈൽഡ്, അതായത് വളരെ കുറവാണ്, 0.01 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം, ആ സ്റ്റെപ്പ് വെച്ച് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് സ്റ്റെപ്പായിട്ട് തന്നെ പറയുകയാണ്, മെക്കാനിസം പറയുകയാണ്. ഫസ്റ്റ് നടക്കുന്നത് ചെയിൻ ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പാണ്. അതായത് നമുക്കറിയാം ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾ ഉണ്ടാവാണ് ചെയിൻ ഇനീഷ്യേറ്റിംഗ് സ്റ്റെപ്പിൽ, അതായത് പ്രൈമറി പ്രോസസ്സാണിത്. അപ്പോൾ ഇവിടെ ബ്രോമിൻ മോളിക്യൂള് എന്തായിട്ട് മാറുന്നു, ബ്രോമിൻ റാഡിക്കലായിട്ട് മാറുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ ബ്രോമിൻ റാഡിക്കലാണ് നമ്മുടെ ഫോട്ടോ ആക്ടിവേറ്റഡ് മോളിക്യൂൾസ്. ഇനി അങ്ങോട്ടുള്ളത് സെക്കൻഡറി പ്രോസസ്സാണ്. അതായത് ഈ ബ്രോമിൻ റാഡിക്കൽ എന്ത് ചെയ്യും, ഹൈഡ്രജൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് HBr ഫോം ചെയ്യും പ്ലസ് H റാഡിക്കൽ. അപ്പോൾ ഇവിടെ HBr ആണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. ഇനി ഈ H റാഡിക്കൽ എന്ത് ചെയ്യും, ബ്രോമിൻ, ഈ ബ്രോമിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ബ്രോമിനും ഉണ്ടാവും, ഒരുപാട് ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ H റാഡിക്കലും ബ്രോമിൻ മോളിക്യൂൾ എന്ത് ചെയ്യും, റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും, HBrഉം പ്ലസ് ബ്രോമിൻ റാഡിക്കലും. ഈ 2-3 സ്റ്റെപ്പാണത് ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ചെയിൻ പ്രൊപ്പഗേറ്റിംഗ് സ്റ്റെപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്, HBr എന്നുള്ള. അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യും, ഇതിൽ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് വരുന്നതാണ്. ഈ സ്റ്റെപ്പിനെ നമുക്ക് എന്ത് ചെയ്യാണ്, എനർജറ്റിക്കലി അൺഫേവറബിൾ ആയിട്ടൊരു സ്റ്റെപ്പ് വരികയാണ്. ഈ H റാഡിക്കലും HBr ആയിട്ടും റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും, H2 പ്ലസ് ബ്രോമിൻ റാഡിക്കൽ കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ ഒരു കിട്ടേണ്ട പ്രൊഡക്റ്റ് HBr ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, HBr ആയിട്ട് തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു H റാഡിക്കൽ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യാണ്, H2 പ്ലസ് Br റാഡിക്കലായിട്ട് മാറുകയാണ്. ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടില്ലേ, അത് ആ സ്റ്റെപ്പ് റിവേഴ്സിബിൾ ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റിവേഴ്സിബിൾ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്വാണ്ടം ഈൽഡ് കുറയാനുള്ള കാരണമാണെന്ന്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റെപ്പ്, അത് രണ്ടും എന്താണ്, റിവേഴ്സിബിൾ ആണ്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ചെയിൻ ടെർമിനേറ്റിംഗ് സ്റ്റെപ്പ്, അതായത് ലാസ്റ്റാണ്. അതായത് ബ്രോമിൻ റാഡിക്കലും കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ബ്രോമിൻ മോളിക്യൂൾ ഫോം ചെയ്യാണ്. ഇത്രയാണ് എന്ത് സ്റ്റെപ്പ്, അതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് നോക്കാം ഈ സ്റ്റെപ്പ് 2, അതായത് ബ്രോമിൻ റാഡിക്കലും H2 പ്ലസ് H2 ഗിവ്സ് HBr പ്ലസ് H റാഡിക്കൽ. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡോതെർമിക് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, എനർജറ്റിക്കലി അൺഫേവറബിൾ ആണ്, ഇതിന് ആക്ടിവേഷൻ എനർജി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് പെട്ടെന്ന് നടക്കില്ല. അതുകൊണ്ട് ക്വാണ്ടം ഈൽഡ് വളരെ കുറവായിരിക്കും. അതായത് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോലി നടക്കുള്ളൂ. അതായത് പെട്ടെന്നൊന്നും ആ ചെയിൻ, ആ ഒരു നമുക്ക് പ്രൊഡക്റ്റ് ഒന്നും പെട്ടെന്ന് കിട്ടില്ല.
ഇതിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലെ 5ാമത്തെ സ്റ്റെപ്പ്, അതായത് ബ്രോമിൻ റാഡിക്കൽ കമ്പൈൻ ചെയ്തിട്ട് ബ്രോമിൻ ഉണ്ടാവുന്ന ആ സ്റ്റെപ്പ് എന്ത് ചെയ്യും, ഇതിനെ എന്ത് ചെയ്യണം, ക്വാണ്ടം ഫീൽഡ് കുറക്കുന്നു. അതുപോലെ നമുക്കറിയാം 2ഉം 4 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, 2ാമത്തെ സ്റ്റെപ്പും 4ാമത്തെ സ്റ്റെപ്പ് എന്താണ്, റിവേഴ്സ് ആണെന്ന് പറഞ്ഞു. അതും എന്തിന് കാരണമാണ്, ക്വാണ്ടം ഫീൽഡ് കുറക്കുന്നു. അപ്പോൾ ഇവിടെ HBr ഈ ക്വാണ്ടം ഫീൽഡ് കുറക്കുക എന്ന് പറയുന്നത് എന്താണ്, HBr ഫോം ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് പറയാം HBr വളരെ കുറവാണ് ഉണ്ടാവുന്നത് ഇവിടെ. അപ്പോൾ അതും നമ്മൾ ഈ അബ്സോർബ് ചെയ്ത ലൈറ്റിനൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ക്വാണ്ടം ഫീൽഡ് വളരെ കുറവാണ് ഇവിടെ HBrന്റെ കേസിലുള്ളത്.